കവി എസ് രമേശൻ നായർ സ്മൃതി പുരസ്കാര വിതരണം ജനുവരി 7-ന് കാഞ്ഞങ്ങാട് എമിറേറ്റ്സ് ഓഡിറ്റോറിയത്തിൽ നടക്കും. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും നിർവഹിക്കും. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. കവി എസ് രമേശൻ നായർ സ്മൃതി ട്രസ്റ്റ് കാഞ്ഞങ്ങാടും മിംടെക് മാരുതി ഇൻസ്റ്റിറ്റ്യൂട്ട് കാഞ്ഞങ്ങാടും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മഹാകവി എസ് രമേശൻ നായർ സ്മൃതി പുരസ്കാര വിതരണം ജനുവരി 7-ന് ഉച്ചയ്ക്ക് കാഞ്ഞങ്ങാട് എമിറേറ്റ്സ് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും നിർവഹിക്കും. ജനുവരി 7-ാം തീയതി കാഞ്ഞങ്ങാട് എമിറേറ്റ്സ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടക്കുന്നത്. 2:30-ന് പരിപാടി ആരംഭിക്കും. പരിപാടിയോടനുബന്ധിച്ചിട്ട് പ്രശസ്ത ഗായകരായിട്ടുള്ള യുടി സുധാകരനും അതുപോലെ തന്നെ രചിത സുരേഷ്, പിന്നെ മഹേഷ് മന്ന എന്നിവരുടെ രമ്യം 2026 എന്ന രമേശൻ നായർ സാറിന്റെ ഗാനങ്ങൾ കൊടുത്തിട്ടുള്ള ഗാനാമൃത പരിപാടിയും അതോടുകൂടിയാണ് തുടങ്ങുക. ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും ബഹുമാനപ്പെട്ട രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണ്. പുരസ്കാരം കലാരത്ന പുരസ്കാരം എന്ന പേരിൽ 2 പേർക്ക്, അത് സിബിമലയിൽ സാറാണ്. പിന്നെ കലാരത്ന പുരസ്കാരം ശോഭന രവീന്ദ്രൻ ആണ്, രവീന്ദ്ര മാഷിന്റെ ഭാര്യ. സമഗ്ര സംഭാവനയ്ക്കുള്ള ചലച്ചിത്ര പുരസ്കാരം സിബി മലയിലിനും, സാഹിത്യ പുരസ്കാരം സംഗീത സംവിധായകൻ രവീന്ദ്രൻ മാസ്റ്ററുടെ പത്നി ശോഭന രവീന്ദ്രനും സമ്മാനിക്കും. 4 ലക്ഷം രൂപയും പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശംസാപത്രവുമാണ് അവാർഡ്. ക്ഷേത്രകർമ്മ പുരസ്കാരം പാലക്കുന്ന് കഴകത്തിലെ കുഞ്ഞിക്കണ്ണൻ നായത്താർക്കും കരിവള്ളൂർ വല്യച്ഛൻ പ്രമോദ് കോമരത്തിനും, സാംസ്കാരിക പുരസ്കാരം ആർട്ട് ഫോറം കാഞ്ഞങ്ങാടിനും നൽകും. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ഡോക്ടർ മണികണ്ഠൻ മേലത്ത്, ഷംസുദ്ദീൻ പാലക്കി, രാജൻ മൂളിയാർ, സുകുമാരൻ ആശീർവാദ് എന്നിവരെ ആദരിക്കും. എസ് രമേശൻ നായർ സ്മൃതി ട്രസ്റ്റ് ചെയർമാൻ സുകുമാരൻ പെരിയച്ചൂർ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ എസ് രമേശൻ നായർ സ്മൃതി ട്രസ്റ്റ് ചെയർമാൻ സുകുമാരൻ പെരിയച്ചൂർ, ജനറൽ സെക്രട്ടറി SP ഷാജി, കമ്മിറ്റി അംഗം TV അജയകുമാർ നെല്ലിക്കാട് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.